Hello friends, I'm Shrikuti Arun. Welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് കണ്ടത് എൻ്റെ മോനാണ് കേട്ടോ, ലിയാം, 2 വയസ്സാണ്. അവൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ്. നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ കടയിൽ നിന്ന് ഫ്രോസൺ ഒക്കെയാണ് മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കുക. അത് എത്രമാത്രം ഹെൽത്തി ആണെന്നൊന്നും നമുക്കറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 ഉരുളൻകിഴങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ സൈസിലുള്ള ഒരു 5 ഉരുളൻകിഴങ്ങ്. ഇതൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തിക്നെസ്സിൽ മുറിച്ചെടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള തിക്നെസ്സിൽ മുറിച്ചെടുക്കാം കേട്ടോ. ഉരുളൻകിഴങ്ങ് മുറിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ മുറിച്ചെടുക്കുന്ന പീസുകളൊക്കെ ഒരേപോലെയുള്ള ഷേപ്പിലാക്കിയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാൻ കുറച്ച് തിക്നെസ് ഉള്ള പീസുകളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ മുറിക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുളൻകിഴങ്ങ് മുറിക്കുന്ന സൈസൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ ഉരുളൻകിഴങ്ങും ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ മുറിച്ചെടുത്ത ഉരുളൻകിഴങ്ങൊക്കെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഉരുളൻകിഴങ്ങ് മുങ്ങുന്നത്ര തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു ടൈമർ ഓൺ ചെയ്തിട്ട് 30 മിനിറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിന് കൂടുതൽ വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒഴിച്ചു വെക്കുന്ന സമയത്ത് മൊബൈലിലോ അല്ലെങ്കിൽ നമ്മൾ ടൈം നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുവാണ്. ഒരു 2-3 പ്രാവശ്യം വെള്ളത്തിൽ മാറി മാറി കഴുകുക. അതിനുശേഷം ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നമുക്ക് ഈ വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. ഇനി ഉരുളൻകിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രേ വെച്ചിട്ട് അതിലൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഞാൻ ആ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുക. ഒട്ടും വെള്ളമില്ലാതെ തുടച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിതാ എല്ലാ ഉരുളൻകിഴങ്ങും ഒട്ടും വെള്ളമില്ലാതെ നല്ല പോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ കോൺഫ്ലവർ ആണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കോൺഫ്ലവർ എല്ലാം ഉരുളൻകിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കണം. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പം തന്നെ ഓൾറെഡി കോൺഫ്ലവർ ഒക്കെ നന്നായിട്ട് കോട്ടായി വരും. ഇനി ഇങ്ങനെ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ടാക്കി കൊടുത്താലും മതി കേട്ടോ. ഇപ്പം ഇതാ ഉരുളൻകിഴങ്ങിൻ്റെ എല്ലാ ഭാഗത്തേക്കും കോൺഫ്ലവർ ഒക്കെ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇനി എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വരണം. ചൂടായി കഴിയുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ള ഉരുളൻകിഴങ്ങില്ലേ, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉരുളൻകിഴങ്ങെല്ലാം എണ്ണയിൽ മുങ്ങിക്കെടുക്കണം. അതിനുശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇട്ട ഉടനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇനി കറക്റ്റ് ടൈം നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അത്ര മതി കേട്ടോ. ബ്രൗൺ കളർ ഒന്നും ആവാൻ നിൽക്കരുത്. നമുക്കിത് രണ്ടാമത്തെ ഒന്നും കൂടെ ഫ്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് ഇട്ടതിന് ശേഷം 5 മിനിറ്റ് നമ്മൾ ടൈം നോക്കുക. 5 മിനിറ്റ് ആവുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് മാറ്റി വെക്കുക. ഇതുപോലെ എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനൊരു ട്രേയിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ നന്നായിട്ട് ചൂടാറിയ ശേഷം മാത്രമേ നമുക്ക് ഫൈനലായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ടൈമിൽ തന്നെ നമുക്കിത് സിപ്പ് ലോക്ക് ആക്കിയിട്ട് ഫ്രീസറിലാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഇതെടുത്ത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെയിം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓരോ സെറ്റുകളായിട്ട് ഉരുളൻകിഴങ്ങ് ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ബ്രൗൺ കളർ ആകുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതാ ഇപ്പോൾ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഇനി ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് കൂടെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് 2 ബൗളുകളിലേക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ.
ഒരു സെറ്റ് ഫ്രഞ്ച് ഫ്രൈസിൽ ഞാൻ ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മറ്റേ സെറ്റിൽ ഞാൻ ഉപ്പും മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചാറ്റ് മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് ഫ്രോസൺ ആയിട്ടും ആക്കി വെക്കാൻ പറ്റും. അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു അടിപൊളി ഫ്രഞ്ച് ഫ്രൈസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.